ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ നിഫ്റ്റി ചാർട്ട്. നിഫ്റ്റി എന്നൊരു സൈഡ് വൈസ് ആണ്. സൈഡ് വൈസ് ആയാലും നമുക്ക് ട്രേഡ് കിട്ടാകുകയില്ല. അതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമുക്കത് ഡയറക്റ്റായിട്ട് പോവാം. അധികം കാര്യങ്ങളൊന്നും പറയാനില്ല. നമുക്ക് സൈഡ് വൈസ് ആയതുകൊണ്ട് കുറച്ച് ട്രേഡുകളുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യം പറയാം. നമുക്കൊന്ന് ഫസ്റ്റ് ഉണ്ടായിരുന്നത് 25,150 PE-ലേക്കായിരുന്നു. ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കൊടുത്തിട്ടുള്ള ലെവൽസാണ്. നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു 5 ട്രേഡ് ഉണ്ട്, ബാക്ക് ടു ബാക്ക് വന്നിട്ടുണ്ട്. 5ാമത്തെ ട്രേഡ് എടുക്കാൻ നിർബന്ധമില്ല. ബാക്കി 4 ട്രേഡ് വേണമെങ്കിൽ റീ എൻട്രികൾ ഓപ്ഷൻസ് ആണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ട്രേഡ് കൂടെ വന്നു, പിന്നെ ഒരു റീ എൻട്രി എന്ന് പറഞ്ഞൊരു സെറ്റപ്പാണ്. അങ്ങനെയാണ് ഈ 5 ട്രേഡ് വന്നതാണ്. മിനിമം 10 പോയിൻ്റൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഇടുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ SL അടിക്കണമില്ല, പ്രോഫിറ്റ് വരുന്നില്ലെങ്കിലും കോസ്റ്റ് അടിക്കുക. അങ്ങനെയാണ് ഈ ട്രേഡുകളൊക്കെ. കണ്ടീഷനൊക്കെ സെയിം തന്നെയാണ്. നമുക്ക് റെഡ് ക്യാൻഡിൽ ലോസുകൾ കിട്ടണം. അതിനുശേഷമാണ് എൻട്രി. ഇത് ലിമിറ്റിലേക്കാണ് എടുക്കേണ്ടത്. ഈ ട്രേഡ് ഞാൻ ലിമിറ്റ് എടുക്കണമെന്ന് പറഞ്ഞു ഫസ്റ്റ് ട്രേഡ്. 2ാമത്തെ ട്രേഡ് പിന്നെ റീ എൻട്രി ആണ്. അത് നമുക്ക് ആക്ടിവേഷൻ നടന്ന് അതൊരു കോസ്റ്റ് പോകും. അല്ലെങ്കിൽ ചെറിയ 4-5 രൂപ അല്ലെങ്കിൽ 2-3 രൂപ SL ഒക്കെ വരാൻ സാധ്യതയുണ്ട് 2ാമത്തെ ട്രേഡ്. ഇനി 3ാമത്തെ ട്രേഡിലാണെങ്കിൽ ഒരു കോസ്റ്റ് ആണ്. 4ാമത്തെ ട്രേഡാണെങ്കിൽ ഒരു 1:1 വന്നിട്ടൊക്കെ ഉണ്ട്. 10 പോയിൻറ്റ് തികച്ച് വന്നിട്ടില്ലേ, 10 പോയിൻറ്റ് വന്നിട്ടുണ്ട്. 5ാമത്തെ ട്രേഡ് ഞാൻ ജസ്റ്റ് നോക്കിയെന്നുള്ളൂ, ഇത് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അതാണ് നമ്മുടെ 25,150 കാര്യം. ഇതിപ്പോൾ ഈ ഒരു സെറ്റപ്പ്, ഈ ഒരു റീ എൻട്രിയുടെ സെറ്റപ്പ് ഫസ്റ്റ് ടൈം കാണുന്നവർക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പിലിരിക്കുന്നവർക്കോ ഒരു തമാശ രൂപേണ കാണേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റലിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രോഫിറ്റ് എത്രത്തോളം വരുന്നു എന്നുള്ളതല്ല അവിടുത്തെ കൺസെപ്റ്റ്. നിങ്ങളുടെ ക്യാപിറ്റൽ എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റും, എത്ര മാത്രം സേവ് ചെയ്യാൻ പറ്റും. SL മാത്രം അടിക്കുന്നതല്ല ട്രേഡിങ്. SL അല്ലെങ്കിൽ പ്രോഫിറ്റ് അത് മാത്രമല്ല ട്രേഡിങ്. ക്യാപിറ്റലിന് എത്ര നേരം നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, നമുക്കൊരു ട്രേഡ് എത്ര നേരം നിൽക്കാൻ പറ്റും എന്നൊക്കെയാണ് അവിടുത്തെ ചോദ്യം. മനസ്സിലായില്ലേ? ഫസ്റ്റ് ട്രേഡ് എടുക്കണം, അതിൽ 10 മിനിറ്റ് ഹോൾഡ് ചെയ്യണം, കോസ്റ്റ് അടിക്കണം. 2ാമത്തെ ട്രേഡ് എടുക്കണം, 10 മിനിറ്റ് ഹോൾഡ് ചെയ്യണം, കോസ്റ്റ് അടിക്കണം. 3ാമത്തെ ട്രേഡ് എടുക്കണം, കോസ്റ്റ് തന്നെ. ഹോൾഡിങ് ടൈം 10 മിനിറ്റ് ആണ്. ഞാൻ പറഞ്ഞു വരുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഹോൾഡിങ് ടൈം 10 മിനിറ്റ് ആണ്. അതിനുശേഷം കോസ്റ്റ് അടിക്കണം. 4ാമത്തെ ട്രേഡ് എടുക്കണം, ഒരു 1:1 പോകണം. അപ്പോഴും നമുക്ക് ഈ സംഭവം തന്നെയാണ്. അതായത് 2 ലോട്ട് എടുക്കുന്ന ആൾക്കാർ 1 ലോട്ടിനെ വിൽക്കുക, 1 ലോട്ടിനെ കോസ്റ്റ് അല്ല SL തന്നെ വയ്ക്കുക. മനസ്സിലായി? കോസ്റ്റ് അല്ല, പിന്നെ അത് നേരെ SL അടിക്കുന്ന നേരത്ത് 2ാമത്തെ ട്രേഡ് ഇവിടെയാണ് കട്ടായി പോവുള്ളൂ. ഈ ഒരു ഭാഗത്തിന് കട്ടായി പോവുള്ളൂ. അതൊരു ട്രേഡ് നമ്മുടെ കയ്യിലുണ്ടാവും, 1:1 അടിച്ചാൽ മാത്രം. അപ്പോൾ തമാശയല്ല, ഞാൻ ക്യാപിറ്റൽ ഓറിയൻറ്റഡായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വരേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ട്രേഡ് എടുത്തിട്ട് കുറേ നേരം ഹോൾഡ് ചെയ്തിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അത്രയുള്ള കാര്യം. പുതുതായിട്ട് കാണുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഗ്രൂപ്പിൽ കാണുന്ന ആൾക്കാരും ഇത്രയും ട്രേഡ് ഞാൻ ഇപ്പോൾ കാണിക്കണോണ്ട് ഒരു തമാശ രൂപമാണെന്ന് ഇരിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അതിന് ചിലപ്പോൾ തോന്നാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഇരിക്കാം. ഒരു 15 പോയിൻ്റ് SL ഇട്ടിട്ട് 50 പോയിൻ്റ് ടാർഗറ്റ് അടിക്കും എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ ഇരിക്കാം. നിങ്ങളൊരു 15 പോയിൻ്റ് SL ഇട്ടുമെന്ന് വിചാരിക്കും. ഇതടിക്കുമോ? അടിക്കില്ലേ? മനസ്സിലായില്ലേ? ഒരു 50 പോയിൻ്റ് കിട്ടൂല. ഇതിങ്ങനെ നിൽക്കുമോ? അത് അടിക്കുന്ന ടൈമൊക്കെ SL അടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു 12 മണി ടൈം അടുപ്പിച്ചാവും. രാവിലെ 9:15 അടുത്ത ട്രേഡ് കേട്ടോ. അപ്പോൾ അത്ര ഉള്ളൂ എൻ്റെ ആൻസർ. പിന്നെ നമുക്കുണ്ടായിരുന്നത് 82,500 PE ആണ്. 82,500 PE ഫസ്റ്റ് ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. അത് ലിമിറ്റിൽ എടുക്കണമെന്ന് പറഞ്ഞത്. അതായത് നമുക്ക് ട്രേഡ് ആക്ടിവേഷൻ നടന്ന് ഒരു ഡിസ്കൗണ്ട് പ്രൈസ് ഒരു 5-10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ എടുക്കാത്തവർ പിന്നെ ലിമിറ്റിൽ എടുക്കണ്ട എന്നാണ് പറഞ്ഞത് ഞാൻ. പിന്നെ 2ാമത്തെ ട്രേഡ് റീ എൻട്രി കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങോട്ട് നീക്കിക്കുക വേണമെങ്കിൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് 1:1 ആണ്. അതിൻ്റെ മോർണിംഗ് പോയിട്ടൊക്കെ ഉണ്ട്. നമ്മൾ 1:1 സംസാരിക്കണം മാത്രം. സെൻസസ് ആണ് കേട്ടോ. പിന്നെ അധികം കൺസോളേഷൻ ആയതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് ഞാൻ നോക്കിയിട്ടില്ല. നമുക്ക് PE സൈഡിലേക്ക് നിഫ്റ്റിയിൽ ഞാൻ ഫസ്റ്റ് കാണിച്ച എൻട്രികളുള്ള സമയത്താണ് CE സൈഡിലേക്ക് പറഞ്ഞ ആക്ടിവേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അത് ഡയറക്റ്റ് SL ആണ്. ട്രേഡ് ആക്ടിവേഷൻ നടന്ന ശേഷം ഡയറക്റ്റ് SL. അതിനുശേഷം റീ എൻട്രി വന്നിട്ടുണ്ട്. റീ എൻട്രി ഇതൊരു കോസ്റ്റ് ആണ്. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞത് കോസ്റ്റ് ആയിരിക്കും. നമ്മൾ ട്രേഡ് എടുക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ട്രേഡ് കിട്ടി, ഇവിടെ പിന്നെ ലിമിറ്റിൽ ട്രേഡ് എടുത്തു, പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്യാണ്. ഈ ഹോൾഡ് ചെയ്യുന്ന ടൈം 10 മിനിറ്റാണ്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കോസ്റ്റ് ഒന്ന് എക്സിറ്റ് അടിച്ച് പോകും. ഇപ്പോൾ ഇവിടെ ക്യാനിലെത്തുന്ന സമയത്ത് ചിലപ്പോൾ കോസ്റ്റ് എക്സിറ്റ് അടിച്ച് പോകേണ്ട വരും. ഇവിടെ 10 പോയിന്റ് കിട്ടണില്ലേ, അതാണ് ഇവിടുത്തെ പോയിന്റ്. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ കോസ്റ്റ് ചിലപ്പോൾ എക്സിറ്റ് അടിച്ച് പോകുക. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്, കോസ്റ്റ് എക്സിറ്റ് അടിക്കേണ്ടി വരുന്നു. ഇത് പിന്നെയാണ് അടിയെ പോയിട്ട് തിരിച്ച് കയറിയത്. ഇതിപ്പോൾ എല്ലാവരും കിട്ടണം നിർബന്ധമില്ല. ചിലപ്പോൾ ട്രേഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകണമെങ്കിൽ അത് കിട്ടില്ല.
പക്ഷേ ഈ ട്രേഡ് 26 പോയിന്റ് പോയിട്ടുമുണ്ട്. അത് ഞാൻ ഗ്രൂപ്പിലും ഉണ്ടായിരുന്നു. നമ്മളെ കൂട്ടാണ്ടൊക്കെ അതൊക്കെ പോവുക, ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഗ്രൂപ്പിൽ. പിന്നത്തെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ട്രേഡ് എത്തി അടിയിലേക്ക് സെയിം ലിമിറ്റിലേക്ക് പിന്നെ എത്തണം. ഇവിടെ നിന്ന് കിട്ടിയിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് പിന്നെയും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് എടുക്കാൻ പറ്റില്ല എന്നാണ് പറയാറ് ഞാൻ. ഇത് അത്രയും പ്രോബിലിറ്റി ഉള്ള എൻട്രി അല്ല. എപ്പോൾ നോക്കിയാലും ഈ ഒരു സിനാരി നടക്കില്ല. ഇത് ഹൈ എത്തി പിന്നെയും ക്യാൻഡിൽസ് അടിയിലേക്ക് തന്നെയാണ് പോരണത്. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ ഒരു റിസ്ക് ഉണ്ട്. റിസ്ക് എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50-50 ആണ്. മുകളിലേക്കും പോവുക അടിയിലേക്കും പോവുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ എത്തിയ ശേഷം ഒന്ന് ക്യാൻഡിൽസ് അടിയെ പോയിട്ട് ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് തിരിച്ച് കയറണം. ഈ സിനാരിയോസിൽ ഈ ഇവിടെ പിന്നെ എൻട്രി എടുക്കുക. അങ്ങനെ ഇതാണ് നടക്കുള്ളൂ. കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും പറ്റും. പിന്നീടാണ് സെൻസസ് ആണ്. സെൻസസ് ഈ പറഞ്ഞ രീതി തന്നെയാണ്. ഒരു കോസ്റ്റ് അടിച്ച് കളയേണ്ടി വരും. അതാണ് പ്രശ്നം. സംഭവം ഇത് പോയിട്ടൊക്കെ ഉണ്ട്, 54 പോയിൻ്റൊക്കെ ഉണ്ട്. പക്ഷേ നേരത്തെ നിഫ്റ്റിയിൽ പറഞ്ഞ അതേ അവസ്ഥ തന്നെയാണ് സെൻസസിലും. ടോട്ടൽ അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോട്ടൽ ഇന്ന് സൈഡ് വൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ എൻട്രികളായി. മനസ്സിലായി. ഫസ്റ്റ് തന്നെ കുറേ എൻട്രികൾ കിട്ടി. പിന്നെ നമ്മൾ ഓവർ എൻട്രി എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി 10 ക്യാനിൽ വെയിറ്റ് ചെയ്ത് നിങ്ങൾ ഇറങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോസ്റ്റ് പറയുന്നത് കേട്ടോ. അതൊക്കെ സംഭവം പ്രോഫിറ്റൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ വേറെ ട്രേഡൊന്നും കൊടുത്തിട്ടില്ല. എന്നാൽ ക്രൂഡ് ഓയിലിന് മൂവ്മെൻ്റ് ഒന്നുമില്ല. എന്തായാലും ഈ വീഡിയോ നിങ്ങളൊരു 7 മണി ടൈമിനൊക്കെ കാണുക. അപ്പോൾ നമുക്ക് ക്രൂഡ് ഓയിൽ ചില മൂവ്മെൻറ്റ് ആയി ഉണ്ടാവും. അപ്പോഴേക്കും ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഞാൻ ടൈമിൽ ആയിട്ടില്ല, ഞാൻ കൊടുത്തിട്ടുണ്ടാവില്ല. ഈ പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പോഴും ഉണ്ടാവുക. മൂവ്മെൻറ്റ് ഉണ്ടെങ്കിലാണ് കൊടുക്കണ പരിപാടി ഉള്ളൂ. വെറുതെ എക്സലൻറ്റ് വെച്ചിട്ട് കാര്യമില്ല. എന്നാൽ അത്യാവശ്യം നല്ല രീതിക്ക് കൺസോളേഷൻ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ എടുത്ത ട്രേഡ് മിക്കതും ഈ ചെറിയ പോയിൻ്റ് SL അല്ലെങ്കിൽ ചെറിയ പോയിൻ്റ് പ്രോഫിറ്റ് അങ്ങനെ ഒരിക്കുന്നുണ്ടാവും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ട്രേഡിങ് ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. ഒരു പ്രോപ്പർ നോളജ് ഉണ്ടാക്കി വയ്ക്കുക. നന്നായി നമുക്ക് ഇതിലൊക്കെ എന്തായാലും ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ നന്നായി സ്ട്രഗിൾ ചെയ്യേണ്ട വരും. സംശയങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ DM ചെയ്ത് ചോദിക്കുക. ടെലിഗ്രാമിൽ ചോദിക്കുക കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാലും കുഴപ്പമില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇതിൽ ഡിലേ ആവും, ഞാൻ കാണാം. ടെലിഗ്രാമിലാണെങ്കിൽ ഞാൻ ഓൺ ടൈമിന് റിപ്ലൈ തരാൻ നോക്കാം. അപ്പോൾ നാളെ വ്യാഴാഴ്ചയാണ്. നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. മൂവ്മെൻറ്റ് ഉണ്ടെങ്കിലാണ് നാളെയും ട്രേഡ് എടുത്തിട്ട് കാര്യമുള്ളൂ. മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ പ്രീമിയം മെൽറ്റിങ്ങിനും പെടും. ഇന്ന് പ്രീമിയം മെൽറ്റിങ് വലിയ കാര്യമായിട്ട് നിങ്ങളെ എഫക്റ്റ് ചെയ്തില്ല. പക്ഷെ നാളെ നല്ല രീതിക്ക് എഫക്റ്റ് ആവും. അപ്പോൾ അതിലും പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവട്ടെ നാളെ. അപ്പോൾ നാളാണ്. ഓക്കെ, ബൈ.